ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. എല്ലാവർക്കും എല്ലാ ഫ്രണ്ട്സിനും ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് സ്നേഹസ്വാഗതം. അപ്പോൾ ഈ വരുന്ന 10-ാം തീയതി സ്വർഗവാതിൽ ഏകാദശിയാണ്. ഇതിനു മുമ്പ് ഗുരുവായൂർ ഏകാദശി നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞു. ഏകാദശി എന്ന് പറയുമ്പോൾ ദശമി, ഏകാദശി, ദ്വാദശി 3 ദിവസങ്ങളായിട്ടാണ് നമുക്ക് ഏകാദശി വ്രതം പൂർണ്ണമാവുന്നത്. അപ്പോൾ ദശമി കണക്കാക്കപ്പെടുന്നത് 8-ാം തീയതിയാണ്. അതുപോലെ ദശമി പിറ്റേ ദിവസം ഏകാദശി മോർണിംഗിൽ ഒരു 10-20 കൂടി തന്നെ തീരുന്നുണ്ട്. പക്ഷേ അപ്പോഴും വ്രതം അവസാനിക്കുന്നില്ല. നമുക്ക് ദ്വാദശി വരെയാണ് വ്രതം. അപ്പോൾ ഇത് പഞ്ചാംഗത്തിൽ നോക്കുകയോ നിങ്ങളുടെ അടുത്തുള്ള ആചാര്യന്മാർ ആരെന്ന് വെച്ചാൽ അമ്പലത്തിലെ പൂജാരിയോ അവരോടെല്ലാം ചോദിച്ച് ഇതിൻ്റെ സമയമെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുക. പിന്നെ ചില ആൾക്കാർ 10-ാം തീയതി മാത്രം വ്രതം നോക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോ പ്ലേസസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തായാലും ദ്വാദശി, ഏകാദശി, ദശമി നാളുകളിലാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ ഗുരുവായൂർ ഏകാദശി നമ്മൾ ഓൾറെഡി ആഘോഷിച്ച് കഴിഞ്ഞു. വൈകുണ്ഠ ഏകാദശി എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു അന്ന് വൈകുണ്ഠം, സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിടുന്നു എന്നാണ്. മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു വ്രതാനുഷ്ഠാനം കൂടിയാണ് സ്വർഗവാതിൽ ഏകാദശി. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയുണ്ടെങ്കിലും പോവുക. ഇനി ക്ഷേത്ര ദർശനം ചെയ്യാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാന്റെ ചിത്രത്തിൽ അലങ്കാരങ്ങൾ, കയ്യിലുള്ള പൂജാദ്രവ്യങ്ങൾ വെച്ചുള്ള അലങ്കാരങ്ങൾ ചെയ്ത് ഭഗവാന്റെ നാമങ്ങൾ, അനന്തമായി നീണ്ടുകിടക്കുന്ന ഭഗവാന്റെ നാമങ്ങൾ പറയുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നാരായണ നാരായണ എന്ന് ജപിക്കാൻ അറിയാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വീടും പരിസരവും എല്ലാം നല്ല വൃത്തിയായി വൃത്തിയാക്കുക. അത് എല്ലാവരും ചെയ്യും. എന്നേക്കാൾ കൂടുതൽ നന്നായി ചെയ്യുന്നവരാണ് എന്നെ കാണുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുമായ ഫ്രണ്ട്സായ നിങ്ങൾ ഓരോരുത്തരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ എപ്പോൾ നമ്മൾ എന്ത് വരം ചോദിച്ചാലും ക്ഷിപ്രപ്രസാദിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. പക്ഷേ ഭഗവാന്റെ നാമങ്ങൾ, ഭഗവാനോടുള്ള അകമഴിഞ്ഞ ഭക്തി മാത്രം വേണം ഇക്കാര്യങ്ങളെല്ലാത്തിനും എന്ന് മനസ്സിൽ കരുതുക. നമ്മുടെ ന്യായമായ ഏതാവശ്യങ്ങളും ഭഗവാൻ സാധിച്ചു തരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമ്മളാരും ബാക്കി വയ്ക്കേണ്ടതില്ല. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു, ഏകാദശി എന്ന് പറയുന്നത് ഒരു ദേവിയുമായി ബന്ധപ്പെട്ടതാണ്. ആ ദേവിയാണ് ഏകാദശി ദേവി. അത് മഹാവിഷ്ണുവിൻ്റെ കരബലത്താൽ ഉത്ഭവിച്ച ദേവിയാണ് ഏകാദശി ദേവി ഉത്ഭവിക്കുന്നത് മുന്നേ വന്ന ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുരൻ എന്ന് പറയുന്ന അസുരൻ ദേവലോകം ആക്രമിച്ചപ്പോൾ മഹാവിഷ്ണുവിനോട് പരാതി പറയാൻ വന്നപ്പോൾ, ദേവന്മാർ പരാതി പറയാൻ വന്നപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ശക്തിയാൽ ഭൂമിയിൽ അവതരിച്ച ദേവിയാണ് നമ്മുടെ ഏകാദശി ദേവി. അപ്പോൾ മുരനിഗ്രഹം കഴിഞ്ഞ് ഈ ഏകാദശി ദേവി ഭഗവാന്റെ അടുത്ത് വന്ന ഒരു വരം ചോദിക്കുന്നു. തൻ്റെ പേരിൽ ഒരു വ്രതം, എല്ലാവരും അനുഷ്ഠിക്കുന്ന ഒരു വ്രതം നിലവിൽ വരണം എന്നാണ് ദേവി ആവശ്യപ്പെടുന്നത്. അത് മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നുള്ള വരമായതുകൊണ്ട് തന്നെ വിഷ്ണു ഭഗവാനെ പൂജിക്കാനുള്ള അവസരമാണ് ഈ വ്രതം എന്ന് കണക്കാക്കി വരുന്നു. അപ്പോൾ ഏകാദശി ദേവിയെ കൂടി സ്മരിച്ചുകൊണ്ടാവണം നമ്മൾ ഓരോരുത്തരും ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത്. മഹാവിഷ്ണു ഏകാദശി ദേവിക്ക് നൽകിയ വരപ്രകാരമാണ് ഏകാദശി പിന്നീട് ആഘോഷിക്കപ്പെടുന്നത് എന്നൊരു ഐതിഹ്യം പറയുന്നു. കഥയും ഐതിഹ്യങ്ങൾക്കും അപ്പുറം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനന്തമായ അത്യപൂർവമായ ശക്തിയാർന്ന ഒരു വ്രതമാണ് വൈകുണ്ഠ ഏകാദശി. വൈകുണ്ഠം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷം അനുഭവപ്പെടുന്നുണ്ടല്ലേ. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളും ഭഗവാന്റെ പേരിൽ ഈ വ്രതം അവനവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആചരിക്കുക. മനസ്സിൽ ഭഗവാനെ, ഇനിയിപ്പോൾ ശരീരത്തിന് അസുഖങ്ങളുള്ളവരുണ്ടാവും, അവർ മനസ്സിൽ ഭഗവാനെ സ്മരിച്ചാൽ മതി. എല്ലാവർക്കും വൈകുണ്ഠ ഏകാദശി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അടുത്ത വ്ലോഗിലൂടെ കാണാം.